വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ റെസിപ്പി സ്റ്റീമഡ് ചിക്കൻ മോമോസ് ആണ്. പെട്ടെന്ന് റെഡിയാക്കി എടുക്കാവുന്ന സ്നാക്കും കൂടിയാണ്. ആദ്യം അതിൽ വേണ്ട മാവ് റെഡിയാക്കി എടുക്കാം. ഒരു ബൗളിലേക്ക് 2 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. അതിനാവശ്യമായ ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ശേഷം അതിലേക്ക് 1 സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിനാവശ്യാനുസരണം വെള്ളം കുറച്ചായി ഒഴിച്ചെടുത്ത് മാവ് കുഴച്ചെടുക്കാം. മാവ് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിൽ 1 സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചെടുത്ത് ഒന്ന് സ്പ്രെഡ് ചെയ്ത് അടച്ചു വെക്കാം. 15 മിനിറ്റ് അടച്ചു വെച്ചാൽ മതി. അപ്പോഴേക്കും അതിലേക്കുള്ള ഫില്ലിങ് റെഡിയാക്കി എടുക്കാം. അതിനായി ഒരു ബൗളിലേക്ക് ചിക്കൻ ക്രഷ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ചിക്കൻ്റെ മീറ്റ് മാത്രം ഉപ്പും വെള്ളവും വെച്ച് വേവിച്ചെടുത്ത് ചൂടാറിന് ശേഷം മിക്സ് ചെയ്തിട്ട് ക്രഷ് ചെയ്തെടുത്താണിത്. ഇനി ഇതിലേക്ക് 1 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 2 പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തത്, ഒരു വലിയ സവാള ചെറുതായി കട്ട് ചെയ്തത്, കുറച്ച് മല്ലിയില ചെറുതായി കട്ട് ചെയ്തത്, 1 സ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ചിക്കനിൽ ഉപ്പ് ഇട്ടിട്ടാണ് വേവിച്ചിട്ടുള്ളത്. ബാക്കി കുറവുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്തെടുക്കാം. ഇത് നല്ലപോലെ ഡ്രൈ ആയിട്ടുണ്ടെങ്കിൽ ആ ചിക്കൻ വേവിച്ച് വെള്ളത്തിൽ നിന്ന് 3-4 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്ത് വെക്കുക. ഇത് കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ചിക്കൻ കുക്ക് ചെയ്തതാണ്. ബാക്കി ഉള്ളി പച്ചമുളകെല്ലാം സ്റ്റീം ചെയ്തെടുക്കുമ്പോൾ കുക്കായിക്കോളും. മിക്സ് ചെയ്തതിന് ശേഷം മാറ്റി വെക്കാം. ഈ മാവൊന്ന് കൈ കൊണ്ടൊന്ന് കുഴച്ചെടുക്കാം. ഇതിൽ നിന്നും ചെറിയ ബോൾസുകളാക്കാം. ഈ കൗണ്ടർ ടോപ്പിൽ കുറച്ച് മൈദ തൂക്കി കൊടുക്കാം. ബോൾസ് വലിയ ചപ്പാത്തിയുടെ കായും തിന്നായിട്ട് പരത്തിയെടുക്കാം. ഒരു ബോട്ടിൻ്റെ അടപ്പോ കട്ടറോ ഉപയോഗിച്ചിട്ട് റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കാം. പൂരിൻ്റെ അത്ര വലിപ്പം വേണ്ട, അധികം കുഞ്ഞിതാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇത് മുഴുവനും കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇത് വിട്ടിട്ട് ഒരു ട്രേയിലോ പേപ്പറിലോ പരത്തി വെച്ചെടുക്കാം. ഓരോന്നിൻ്റെ മേലെയും തട്ടാതെ വെച്ച് കൊടുക്കണം. കട്ട് ചെയ്തെടുത്തിൻ്റെ ബാക്കി മാവും കൂടി ബാക്കിയുള്ള മാവിൽ മിക്സ് ചെയ്ത് കുഴച്ച് വീണ്ടും ഇതേപോലെ പരത്തി കട്ട് ചെയ്തെടുക്കുക. അതിൽ നിന്ന് ഓരോ പൂരി എടുത്തിട്ട് ഇതിൽ 1 സ്പൂൺ ചിക്കൻ ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഇതുപോലെ 2 സൈഡും ഒന്നിച്ച് പൊരിച്ച് ഒരു സൈഡിൽ ഇതുപോലെ പ്ലേറ്റ്സ് ഇട്ട് കൊടുക്കാം. കുറച്ച് ഫില്ലിങ് വെച്ച് കൊടുത്താൽ മതിയാവും. എന്നാലേ ഇത് പീസ് ഇടുമ്പോൾ ശരിയായി കിട്ടുള്ളൂ. ബീഡ്സ് ഇട്ട് പ്രസ് ചെയ്ത് 2 സൈഡും പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് 2 അറ്റവും കൂട്ടി പ്രസ് ചെയ്ത് റൗണ്ട് ചെയ്തെടുക്കുക. പല ഷേപ്പിലും മോമോസ് റെഡിയാക്കാം. ഇപ്പോൾ ഇതുപോലെ ഒരു ഷേപ്പിൽ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. കയ്യിൽ വെച്ചിട്ടൊന്ന് അതിൻ്റെ അടിഭാഗം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ പ്ലീറ്റ്സൊക്കെ ഒന്ന് ശരിയായി കൊടുക്കാം. വേറൊരു രൂപത്തിനും കൂടി മോമോസ് റെഡിയാക്കി കാണിക്കാം. കിഴി പോലെ ഫുള്ളും പ്ലീറ്റ്സ് ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ കിഴി പോലെ ആക്കി വെക്കാം.
ഇങ്ങനെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം. മുഴുവൻ മാവ് കൊണ്ടും മോമോസ് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഇത് സ്റ്റീം ചെയ്തെടുക്കാം. ഇങ്ങനെ ഒരു വലിയ പാത്രത്തിൽ വെച്ചിട്ടാണ് ഞാൻ സ്റ്റീം ചെയ്തെടുക്കല്. സ്റ്റീം ചെയ്യുന്ന പാത്രത്തിന് കുറച്ച് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് മോമോസ് വെച്ചെടുത്ത് അടച്ചു വെച്ച് 20 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. മോമോസ് റെഡിയാകുമ്പോഴേക്കും അതിലേക്കുള്ള ചട്നി റെഡിയാക്കാം. അതിന് വേണ്ടി 2 തക്കാളി, നല്ല പഴുത്ത തക്കാളിയാണ് വേണ്ടത്, 4-5 വെളുത്തുള്ളി, ഒരു വലിയ സവാള, 4 ഉണക്കമുളക് ഇവ കുക്കറിലിട്ട് വേവിച്ചെടുക്കാം. വേവിച്ചെടുത്തിട്ടുണ്ട്. ഇത് ചൂടാറിയതിന് ശേഷം തക്കാളിയുടെ തൊലിയൊക്കെ മാറ്റി കൊടുക്കാം. എന്നിട്ട് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ടൊന്ന് അരച്ചെടുക്കാം. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇത് മോമോസിൻ്റെ കോമ്പിനേഷൻ ചട്നിയാണ്. ഇതിൽ ഡിപ്പ് ചെയ്ത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇതിലേക്ക് 1 സ്പൂൺ വിനാഗിരിയും കൂടിയും ചേർത്ത് കൊടുക്കാം. മോമോസ് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള മോമോസ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ ചട്നിയിൽ ഡിപ്പ് ചെയ്ത് കഴിക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ചട്നി അതിൻ്റെ ഹൈലൈറ്റ്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.